നമ്മുടെ കോഴിക്കോട് വെറും 99 രൂപയ്ക്കും മന്തിയും 100 രൂപയ്ക്ക് ലോഡർ ഫീസ് ഒക്കെ കിട്ടുന്ന ഒരു സ്പോട്ട്. ഈ ഒരു പോയിന്റിലാണ് നമ്മൾ അൺഹെൽത്തി ആയി തുടങ്ങുന്നത്. ഫ്യൂച്ചറിൽ നമ്മളെ കാത്തിരിക്കുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ഇന്റൻസിറ്റി ഭയങ്കര വലുതായിരിക്കും. ഇപ്പോൾ അത് 25-ൽ ഒരാൾക്കാണെങ്കിൽ ഫ്യൂച്ചറിൽ എന്തായാലും 2-ൽ ഒരാൾക്ക് ബാധിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതെങ്ങനെയാണെന്ന് അറിയുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് മൊത്തം കൊണ്ട് അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തു. വിത്ത് ഓൾ റെസ്പെക്ട് ഞാൻ പറയട്ടെ, ഈ ഫുഡ് വ്ലോഗിങ്ങും കാര്യങ്ങളും ഒക്കെ നല്ലതാണ്. രാജ്യത്തിനകത്തും പുറത്തുള്ള വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിനെയൊക്കെ നമ്മുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുക, ആൻഡ് ഫുഡുമായിട്ട് ഹെൽത്തി റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക, ഇതൊക്കെ നല്ല കാര്യമാണ്. ബട്ട് 75% ഫുഡ് വ്ലോഗേഴ്സും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഫുഡ് ഐറ്റംസിനെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിനെ മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയും ചെയ്യും. ആൻഡ് ഇങ്ങനെയുള്ള പല വീഡിയോസിന്റെയും കമന്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് വായിൽ വെക്കാൻ കൊള്ളാത്ത ഐറ്റം എന്നുള്ള ഇത്തരത്തിലുള്ള കമന്റ്സ്. ലെറ്റ്സ് ടോക്ക് സം സിമ്പിൾ സയൻസ്. ഇത്തരത്തിൽ ഈ ഹൈപ്പർ പാലറ്റബിൾ ഫുഡ് ഐറ്റംസിനെ പറ്റിയൊക്കെ നിങ്ങൾ വീഡിയോസ് കാണുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഡോപ്പമൈൻ റിലീസ് ചെയ്യും. ഡോപ്പമൈൻ റിലീസ് കാരണം നിങ്ങളുടെ ക്രേവിങ്സ് ട്രിഗർ ചെയ്യപ്പെടും, ഇവൻ നിങ്ങൾക്ക് വിശപ്പില്ലെങ്കിൽ പോലും. ആൻഡ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ കുട്ടികളെയാണ്, പിന്നെ ടീനേജേഴ്സിനെയും. ഇവർക്ക് പൂറായിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ്, പൂറായിട്ടുള്ള മെറ്റബോളിസം, ആൻഡ് ഇൻ ഫ്യൂച്ചർ ഇവർക്ക് ജീവിതശൈലി രോഗങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ടാവും. ബാലൻസ്ഡ് മീൽ ഈറ്റിംഗ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് വിശപ്പ് മാറുള്ള എന്തോ ഒരു മെഡിസിൻ എന്നാണ് പലരും ഫുഡിനെ കാണുന്നത്. പല വീഡിയോകളുടെയും ക്യാപ്ഷനകത്ത് നിന്ന് ഞാൻ ഒരു ക്യാപ്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്: മോർ ഷുഗർ, മോർ ടേസ്റ്റ്, മോർ ക്വാണ്ടിറ്റി, മോർ ലവ്, ആൻഡ് എവറി ഡേ ഈസ് എ ചീറ്റ് ഡേ. ആൻഡ് ഇങ്ങനെയൊക്കെയാണോ ഒരു സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്? ആൻഡ് ഞാൻ ഈ പറയുന്നത് എല്ലാ ഫുഡ് ബ്ലോഗേഴ്സിനെ പറ്റിയും അല്ലെങ്കിൽ എല്ലാവരെയും അടച്ചാക്ഷിച്ചുകൊണ്ടോ ഒരാളുടെ ഒരാളുടെ പേരെടുത്തുകൊണ്ടോ ഞാനൊന്നും പറയുന്നില്ല. ചെറിയ തോതിലെങ്കിലും എന്റെ വീഡിയോ പലരിലും ഇൻഫ്ലുവൻസ് ആവുന്ന കാരണം എനിക്കിത് പറയാതിരിക്കാനും പറ്റും. ഇപ്പൊ നിങ്ങൾ പറയും ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ, അടിച്ചു പൊളിച്ച് കളാം. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, അതിങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത ഡയബറ്റീസ് പോലുള്ള വൃത്തികെട്ട അസുഖങ്ങൾ വരുത്തിയിട്ട് കളയണം. ഐ ഹോപ്പ് ദിസ് ഹെൽപ്സ്.